ഹലോ ഗായ്സ്, ഇന്നത്തെ കറക്കം ഈ കുരുപ്പ് കാരണം ഉണ്ടായതാണേ. വേറൊന്നുമല്ല, ഞാൻ ഒന്ന് ചൂണ്ടിയിടല്ലെന്ന് കരുതി ഇറങ്ങാനും എൻ്റെ പുറകെ വീട്ടിലെ സാധന സാമഗ്രികളെടുത്ത് കായലിലേക്ക് എറിയാൻ ഒരുത്തൻ കൂടെ വന്നു. കുറച്ച് സാധനമൊക്കെ ഞാൻ എടുത്തു വെച്ച്, എന്നാൽ ഒരു ബക്കറ്റ് അങ്ങ് ഒഴുകിപ്പോയി. അതെടുക്കാൻ വേണ്ടി അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എന്നാൽ നിങ്ങളൂടെ കയറും, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാമെന്ന്. അങ്ങനെയുള്ള കറക്കാണ് കേട്ടോ ഇത്. എൻ്റെ ചെറിയമ്മയുടെ മോളാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നതേ ഉള്ളൂ, അവളെ അങ്ങ് കൂട്ടി. സത്യം പറഞ്ഞാൽ വീട്ടിൽ സ്വന്തമായിട്ടൊരു വള്ളം ഉണ്ടെങ്കിലും അങ്ങനെ കറങ്ങാനായിട്ടൊന്നും ഇറങ്ങാറില്ല കേട്ടാ. നിങ്ങളിപ്പോൾ നേരെ കാണുന്ന പ്ലേസില്ലേ, അതാണ് മണപ്പുറം. എൻ്റെ LKG കാലഘട്ടം മുതൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് മണപ്പുറത്താണ്. എൻ്റെ വീട്ടിൽ നിന്ന് നേരെ നോക്കിയാൽ കാണുന്നത് മണപ്പുറമാണേ. പിന്നെ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്ത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 4ാം ക്ലാസ് വരെ ഞാൻ വള്ളത്തിനാണ് അക്കരെ പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഇവിടെ ബോട്ട് സർവീസൊക്കെ ആരംഭിച്ചത്. പിന്നെ നമ്മളിങ്ങനെ കായലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൊച്ചു കൊച്ചു കുറേ തുരുത്തുകൾ കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരേക്കടവ് മാക്കേക്കടവ് പാല നിർമ്മാണത്തിൻ്റെ അടുത്തേക്കാണ്. നേരേക്കടവും മാക്കേക്കടവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം ആലപ്പുഴ ജില്ലയും കോട്ടയം ജില്ലയും തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. ഏകദേശം 2016 ജൂണിലാണ് ഈ പാലത്തിൻ്റെ പണി ആരംഭിച്ചത്. എന്നാൽ ചില കോടതി കേസുകൾ, സ്ഥലം ഏറ്റെടുക്കൽ മുതലായ കുറച്ച് പ്രശ്നങ്ങൾ കാരണം പണി സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഈ 2024 മാർച്ചോടുകൂടിയാണ് രണ്ടാമത് വീണ്ടും പണി ആരംഭിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം ഒരു 80% പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വർക്കുകളേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ഈ പാലം ഓപ്പൺ ആവും. അടുത്ത മാർച്ചോടുകൂടിയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാകുമെന്ന് കരുതുന്നു. ഇപ്പം എന്തായാലും പാലം പണി നല്ല തകൃതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കൊച്ചു കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ചെമ്മനാഗിരി ബോട്ട് ജെട്ടി. അവിടുന്ന് തൊട്ടടുത്താണ് എൻ്റെ വീട്. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇന്നത്തെ കുട്ടി വീഡിയോ അവസാനിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്